ലോട്ടസ് ടെമ്പിൾ കാണാനാണ് അടുത്തതായി പോകുന്നത്. ഒരു ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ നഗര കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. സമയം കഴിയും തോറും റോട്ടിലെ തിരക്ക് കൂടി വരുന്നുണ്ട്. ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന ബഹായി ക്ഷേത്രം. ബഹായി മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട്. 1986 പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിൻ്റെ 9 വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് 3 ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദളങ്ങൾ ചേർന്നതാണ്. ഇതിൻ്റെ ശില്പി ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന ഫരിബോസ് സഹ്ബ എന്ന ഇറാൻകാരനാണ്. ഇതിരിക്കുന്ന ഭൂമിയും വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് അർദിർഷർ റുസ്തംപൂർ എന്ന ഹൈദരാബാദുകാരനാണ്. തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചു. അടുത്ത ലക്ഷ്യം ഹുമയൂൺ സ്റ്റോംബാണ്. അവിടേക്കായി ഞങ്ങൾ മെട്രോയിലാണ് പോയത്. വയലറ്റ് ലൈൻ, പിങ്ക് ലൈൻ, യെല്ലോ ലൈൻ, ബ്ലൂ ലൈൻ, മജന്ത ലൈൻ, അങ്ങനെ ഓരോ കളേഴ്സിൻ്റെ പേരിലാണ് ഇവിടെ മെട്രോ ലൈൻസ് അറിയപ്പെടുന്നത്. ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ കൽക്കാജി മന്ദിറാണ്. അവിടുന്ന് വയലറ്റ് ലൈൻ മെട്രോയിൽ കയറി ഹുമയൂൺ സ്റ്റോംബിനടുത്തുള്ള JLN സ്റ്റഡി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ ഹുമയൂൺ സ്റ്റോംബിലേക്ക് യാത്രയായി. ന്യൂഡൽഹിയിലെ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്താണ് മുഗൾ വാസ്തുശൈലിയിലുള്ള ഈ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ പ്രധാന ശവകുടീരം കൂടാതെ മറ്റു പലരുടെയും ശവകുടീരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശവകുടീരത്തിൻ്റെ ഇത്തരത്തിലുള്ള വാസ്തുശില്പരീതി ഇന്ത്യയിൽ ആദ്യത്തേതാണ്. 1565-70 കാലഘട്ടത്തിൽ പണിതീർത്ത ഈ സ്മാരകത്തിൽ ഇന്ത്യൻ വാസ്തുശില്പ രീതിയിൽ പേർഷ്യൻ രീതിയുടെ സങ്കലനമാണ് കാണാൻ കഴിയുന്നത്. പ്രധാന കെട്ടിടത്തിന് ചുറ്റുമുള്ള സമചതുരാകൃതിയിലുള്ള തോട്ടത്തിന് 4 വശത്തും കവാടങ്ങളുണ്ട്. ഇതിൽ പടിഞ്ഞാറ് വശത്തുള്ള കവാടമാണ് പ്രധാനപ്പെട്ടത്. ഈ കവാടത്തിലൂടെയാണ് സഞ്ചാരികൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. 16 മീറ്റർ ഉയരമുള്ള ഈ കവാടത്തിൻ്റെ വശങ്ങളിലും മുകളിലെ നിലയിലും മുറികളുണ്ട്. എന്നാൽ മുഗൾ ഭരണകാലത്ത് തെക്ക് വശത്തുള്ള കവാടത്തിനാണ് ഈ കവാടത്തേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നത്. തെക്കേ കവാടം രാജകീയ കവാടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോകാത്ഭുതമായ താജ്മഹലിൻ്റെ രൂപകൽപ്പന ഈ കെട്ടിടത്തിനോട് വളരെയേറെ സാദൃശ്യമുള്ളതാണ്. വിശാലമായ ഒരു ചഹർബാഗിൻ്റെ മധ്യത്തിലാണ് ഈ ശവകുടീരത്തിലെ പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഹഷ്ട് ബിഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 8 പറുദീസകൾ എന്നാണ് ഹഷ്ട് ബിഹിഷ്ട് എന്നതിനർത്ഥം. മധ്യത്തിൽ വിശാലമായ ഒരു മുറിയും അതിനു ചുറ്റുമായും 8 മുറികളും അടങ്ങുന്നതാണ് ഈ രൂപകൽപ്പന. 12,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ഒരു തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിന് 47 മീറ്റർ ഉയരമുണ്ട്. വെണ്ണക്കല്ല് കൊണ്ടുള്ള വലിയ മകുടത്തിന് മുകളിലെ പിച്ചള കൊണ്ടുള്ള കൂർത്ത ഭാഗത്തിന് തന്നെ 6 മീറ്റർ ഉയരമുണ്ട്. കരിങ്കല്ല് അടുക്കി പണിതിട്ടുള്ള കെട്ടിടത്തിൻ്റെ ബാഹ്യഭാഗം മുഴുവൻ ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിശാലമായ തളത്തിൽ ഹുമയൂണിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നു. ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുമായുള്ള മുറികളിൽ മറ്റു മുഗൾ പ്രമുഖന്മാരുടെ കല്ലറകളുമുണ്ട്.
ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. ഹുമയൂണിൻ്റെ കല്ലറയ്ക്ക് പുറമെ പ്രധാന കെട്ടിടത്തിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി ഒട്ടനവധി കല്ലറകളും നമസ്കാര പള്ളികളും ഈ ശവകുടീര സമുച്ചയത്തിലുണ്ട്. അതുകൊണ്ട് ഈ ശവകുടീരത്തിനെ ഡോർമിറ്ററി ഓഫ് മുഗൾസ് എന്നും അറിയപ്പെടുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ റെഡ് ഫോർട്ട് കാണാനാണ് എത്തിയത്. സമയക്കുറവ് മൂലം റെഡ് ഫോർട്ടിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. വൈകുന്നേരം 6:30 മജ്നുക്ക ടീലയിൽ നിന്നാണ് മണാലിയിലേക്കുള്ള ബസ്. അതുകൊണ്ട് ഡൽഹിയിലെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് മതിയാക്കി റൂമിൽ പോയി ലഗേജും തൂക്കി മണാലിക്കുള്ള വണ്ടി പിടിച്ചു. മഞ്ഞ് കാണാനാണ് സ്ഥിരം മൂന്നാറ് പാർട്ടികളായിരുന്നു ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി മണാലിയിലേക്ക് വണ്ടി കയറിയത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.